ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശ സ്കന്ധം 31-ാം അധ്യായം. നമ്മൾ ഇന്നലെ 7-ാം ശ്ലോകത്തിലാണ് നിർത്തിയതല്ലേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മാ തൻ്റെ ദിവ്യ ശരീരം ആ ദേവന്മാർ അവിടെയൊക്കെ ദേവന്മാർ വന്നു നിറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ബ്രഹ്മദേവൻ, ഭഗവാൻ ശ്രീ പരമേശ്വരൻ, ശ്രീ പാർവതി, സർവ്വദേവന്മാരും അവരുടെ ദൃഷ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഭഗവാന്റെ ശരീരം അങ്ങോട്ട് മറഞ്ഞപ്പോൾ എല്ലാവരും ധരിച്ചു അവരവരുടെ ലോകത്തേക്ക് ഭഗവാൻ വരുന്നേ. എന്നിട്ടോ അവരവിടെ ദിവ്യവാദ്യങ്ങൾ ഭഗവാൻ വരുന്ന പ്രതീക്ഷിച്ച് മുഴക്കാൻ തുടങ്ങി. പുഷ്പവർഷം ഇങ്ങനെ നിരന്തരം ചെയ്തു തുടങ്ങി. ഭഗവാൻ ആ സ്വന്തം സ്വരൂപം പരമാത്മാ ഇഹലോകത്തുനിന്ന് ഭഗവത് സ്വരൂപം അങ്ങോട്ട് മറച്ചപ്പോൾ ആ ഭഗവത് സ്വരൂപത്തിൻ്റെ കൂടെ സത്യം, ധർമ്മം, ധൈര്യം, കീർത്തി, ഐശ്വര്യം, ഈ ശ്രേഷ്ഠ ഗുണങ്ങളും ഇഹലോകത്തുനിന്ന് അങ്ങോട്ട് ഭൂലോകത്തുനിന്ന് മറഞ്ഞുപോയി. ദേവാദയോ ബ്രഹ്മമുഖ്യാം ന വിശന്തം സ്വധാമനീ അവിജ്ഞാതഗതിം കൃഷ്ണം ദദൃശു ചാതിവിസ്മിതാ. ബ്രഹ്മമുഖ്യ ബ്രഹ്മാവ് മുതലായ ദേവാദയ ദേവന്മാർ സ്വധാമിനി സ്വന്തം ധാമാവിൽ വിശന്തം പ്രവേശിക്കണവനായിട്ട് കൃഷ്ണനെ ദദൃശു ദർശിച്ചില്ല. അവിജ്ഞാതഗതിയും അറിയപ്പെടാത്ത മഹിമയോട് ഗതിയോടുകൂടിയ കൃഷ്ണനെ അതിവിസ്മിത ഏറ്റവും ആശ്ചര്യ സഹിതരായിട്ട് ദദൃശൂജ കാണുകയും ചെയ്തു അല്ലേ. അവരവരുടെ ലോകത്തേക്ക് ഭഗവാൻ എഴുന്നള്ളുണ്ടെന്ന് കരുതി കാത്തുനിന്ന ബ്രഹ്മദേവൻ തുടങ്ങിയവരൊക്കെ ഭഗവാന്റെ വരവ് കണ്ടില്ല. ഏതു മാർഗത്തേക്കടെ ഏത് ലോകത്തേക്ക് പോണൂന്ന് ആർക്കും അറിയാൻ സാധിക്കാത്ത ആ ഗതിയോടുകൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദൂരെ അവിടെ ഇവിടെയായിട്ട് ഒരു തേജസ്സിൻ്റെ പുഞ്ചായിട്ട് അല്പാൽപ്പം കണ്ടപ്പോൾ അവരെല്ലാവരും ആ അറിയാൻ സാധിക്കാത്ത മഹിമയോടുകൂടിയ ഭഗവാനെ ആ തേജോപുഞ്ചായിട്ട് കണ്ടപ്പോൾ പരമാശ്ചര്യഭരിതരായിട്ട് ഭവിച്ചു എന്ന് പറയാ. സൗദാഹമന്യായഥാകാശേ യന്ത്യാഹിത്വാ ഭ്രമണ്ഡലം ഗതിർന്ന ലക്ഷ്യതേ മർത്യൈ തഥാ കൃഷ്ണസ്യ ദൈവതേ. അഭ്രമണ്ഡലം മേഘമണ്ഡലത്തെ ഹിത്വാപേക്ഷിച്ചിട്ട് യാന്ത്യ പോണ സൗദാമന്യ മിന്നലിൻ്റെ ആകാശേ ഗതി, ആകാശത്തിലുള്ള ഗമനം മർത്തി മനുഷ്യരാൽ യഥാനലക്ഷ്യത കാണപ്പെടാത്ത പോലെ കൃഷ്ണൻ്റെ ഗതി ഗമനം ദൈവതൈ ദേവന്മാരെ നലക്ഷ്യത കാണപ്പെടില്ല എന്ന് പറയുമ്പോൾ മേഘമണ്ഡലത്തിൽ നിന്ന് പുറപ്പെടുന്ന മിന്നൽ അല്ലേ. മേഘമണ്ഡലം വിട്ട് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ ഏത് വഴിക്കടെയാണ് മിന്നൽ വരണേന്ന് മനുഷ്യർക്ക് ആർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ? പക്ഷേ ദേവന്മാർക്കറിയാല്ലേ. അതുപോലെ ഭഗവാന്റെ ഗമനം ദേവന്മാർക്കൊന്നും അറിയില്ലെങ്കിലും ഭഗവത് ഭക്തർക്ക് അറിയാവുന്ന സാരം. ബ്രഹ്മരുദ്രാദയസ്തേതു ദൃഷ്ട്വാ യോഗഗതിം ഹരേ വിസ്മിതാസ്താം പ്രശംസന്ത സ്വം ലോകം യയു തഥാ. ബ്രഹ്മരുദ്രാദയ ബ്രഹ്മാവ്, രുദ്രൻ തുടങ്ങിയ തേതു അവരാവട്ടെ ഹരിയുടെ യോഗഗതിയെ ദൃഷ്ട്വാ കണ്ടിട്ട് വിസ്മിതാശ്ചര്യപ്പെട്ട് താം അതിനെ പ്രശംസിച്ചുകൊണ്ട് ശ്ലാഘിച്ചുകൊണ്ട് പ്രശംസന്ത തഥാ അപ്പം തന്നെ സ്വം ലോകം അവരവരുടെ ലോകത്തേക്ക് യയു പോയി എന്ന് പറയും. അപ്പോൾ ഭഗവത് ശ്രീകൃഷ്ണ ഭക്തരായിട്ടുള്ള ബ്രഹ്മദേവൻ, ഭഗവാൻ ശ്രീ പരമേശ്വരൻ മുതലായ ദേവന്മാർ ഭക്തിപൂർവം ഭഗവാന്റെ പോക്കെ ആ തേജോപുഞ്ചത്തെ സൂക്ഷിച്ചങ്ങോട്ട് നോക്കിയപ്പോൾ യോഗമഹിമ കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോണ ഭഗവാന്റെ ആ ഗതിവിശേഷം കണ്ട് ആശ്ചര്യപ്പെട്ട് ഭഗവാന്റെ
യോഗേശ്വരനായിട്ടുള്ള ഭഗവാന്റെ ആ ദിവ്യയോഗ വിശേഷത്തെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് അവരവരുടെ സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. രാജൻ പരസ്യ തനുഭൃജനനാപ്യേഹ മായാവിഡംബനമവേഹി യഥാ നടസ്യം സൃഷ്ട്വാത്മനേതമനുവിശ്യ വിഹൃത്യ ചാന്തി സംഹൃത്യാത്മമഹിനോ പരത സ ആസ്തേ. രാജൻ്റെ രാജാവേ, പരസ്യപരനായിട്ടുള്ള ഭഗവാന്റെ തനുഭൃജനനാപ്യേഹ, ജനങ്ങളുടെ ഇടയിലുള്ള ജനനം മരണം തുടങ്ങിയ വ്യാപാരങ്ങൾ യഥാ നടസ്യ, വേഷക്കാരൻ്റെ പോലെ മായാവിഡംബനം, മായാനുകരണം എന്ന് അവേഹി അറിഞ്ഞോളൂ, ആത്മനാ സ്വന്തമായിട്ട് ഇതിനെ സൃഷ്ടിച്ചിട്ട് അനുവിശ്യ അനുപ്രവേശിച്ചിട്ട് വിഹത്യ കളിച്ചിട്ട് അന്തേ അവസാനം സംഹരിച്ച് ആത്മമഹിമയാൽ ഉപരത ഒന്നിലും ചേർച്ചില്ലാണ്ട് സ അവൻ അവസ്ഥയിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭഗവാനോട് പരീക്ഷിത് രാജാവിനോട് പറയുക, എൻ്റെ രാജാവേ, ഭഗവാൻ യാദവരുടെ ഇടയിൽ ജനിച്ചതും ബഹുവിധ ലീലകൾ അഭിനയിച്ചതും അവസാനം മറഞ്ഞതും ഭഗവാന്റെ മായാവിലാസമാണ്. മായാവിലാസത്താലാണ് ഓരോരോ വേഷം ധരിച്ച് അതിനനുസരിച്ച് നിലയിൽ അല്ലേ നടന്മാരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഒരു വേഷം മാറ്റി അടുത്ത വേഷം ധരിക്കുന്ന കളിക്കാരൻ്റെ സ്വരൂപത്തിന് വല്ല മാറ്റവും വരും, അവർക്ക് വല്ല കുഴപ്പം വരും? ഒരു കുഴപ്പം വരില്ല. എപ്പോഴും ആ നടൻ്റെ സ്വഭാവവും സ്വരൂപമൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കുള്ളൂ. അതുപോലെ അവതാരം വേഷം മാറ്റലാണ് ഈ ഭഗവാന്റെ. ഇതുകൊണ്ട് ഭഗവാനൊരു യാതൊരു മാറ്റവും സംഭവിക്കില്ല. ലോകം മുഴുവനും സ്വേച്ഛാ സൃഷ്ടിക്കുകയും അതിൽ ഭഗവാൻ തന്നെ സകല ജീവജാലങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുകയും ദ്വിപരാർദ്ധകാലം കഴിയുമ്പോൾ സകലവും നശിപ്പിച്ച് അല്ലേ ഭഗവാനെ തന്നെ ഒതുക്കിയും കൊണ്ട് സ്വരൂപാനന്ദത്തിൽ നിന്ന് ലവലേശം വിടാണ്ട് നിർവികാരനായിരിക്കുന്ന ശ്രീ ഭഗവാൻ ഒരു ശരീരം സ്വീകരിച്ചുപേക്ഷിച്ചതിൽ ഒരു വികാരഭേദനായിട്ടൊന്നും ഇരുന്നില്ല, നിർവികാരനായിട്ട് തന്നെയാണ് ഇരുന്നതെന്ന് പറയണോ. അതുകൊണ്ട് സാധാരണ ജീവികളുടെ ചരമാവസ്ഥ കേട്ട് വ്യസനിക്കും പോലെ ഭഗവാന്റെ സ്വധാമപ്രവേശത്തെ ഓർത്തിട്ട് അങ്ങ് വ്യസനിക്കേണ്ട പരീക്ഷിത് രാജാവേ എന്ന് പറയാം. മർത്യേന യോ ഗുരുസുതം യമലോകനീതം ത്വാം ചാനയ ശരണത പരമാസ്ത്രദഗ്ധം ജിഹ്യേന്ദകാന്തകമപീശമവ അശ്പീശം അസാവനീഷാ കിം സ്വാവനേശ്വരനയൻ മൃഗയും സ്വദേഹം. മർത്യേന യോ ഗുരുസുതം യമലോകനീതം ത്വാം ചാനയ ശരണത പരമാസ്ത്രദഗ്ധം ജിഹ്യേന്ദകാന്തകം അപീശം അസാവനീഷ കിം സ്വാവനേശ്വരനയൻ മൃഗയും സ്വദേഹം. യാതൊരുത്തൻ യമലോകനീതം, യമനാൽ തൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകപ്പെട്ട ഗുരുസുതം ഗുരുപുത്രനെ മർത്യേന മനുഷ്യ ശരീരത്തോടു കൂടി തന്നെ ആനയെ കൊണ്ടുവന്നു. ശരണം പ്രാപിച്ചു രക്ഷിക്കണേ. അതിരുത്തൻ പരമാസ്ത്രദഗ്ധം, ബ്രഹ്മാസ്ത്രത്താൽ ദഹിക്കപ്പെടുന്ന ത്വാം അങ്ങയെ രക്ഷിച്ചു. അന്ധകാന്തകം യമനെ ജയിച്ച ഈശം അഭിശിവനെയും ജയിച്ചു. മൃഗയും വേടനെ സദേഹം ദേഹത്തോടുകൂടി സ്വസ്വർഗത്തെ അനയത് പ്രാപിച്ചു. അസൗ ഇവൻ സ്വനേശ്വരക്ഷയിൽ അനീഷ സമർത്ഥനം. ഈ അവതാരത്തിങ്കിൽ ഭഗവാൻ അസാധാരണ പുരുഷശക്തി വിശേഷം പ്രകാശിപ്പിച്ചത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അന്തകൻ സ്വന്തം ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഗുരുപുത്രനെ ഭഗവാൻ അദ്ദേഹത്തോടു കൂടി തന്നെ യമലോകത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവന്നു, ഗുരുവിനെ കൊടുത്തു. പരീക്ഷിത് രാജാവിനോട് പറയാം, അങ്ങയുടെ അമ്മ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന അങ്ങേയും ദഹിപ്പിച്ചു വംശനാശം ചെയ്യാനായിട്ട് അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചില്ലേ. ശരണാഗതവത്സലനായിട്ടുള്ള ഭഗവാൻ അങ്ങേ രക്ഷിച്ചില്ലേ. അന്തകാന്തകനായിട്ടുള്ള പരമശിവനെയും ബാണയുദ്ധത്തിൽ ജയിച്ചു ഭഗവാൻ. മഹാപാപിയായിട്ടുള്ള വേടനെയും ശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് വിട്ടു. ഈ വിധം ബഹുവിധ ആശ്ചര്യകർമ്മങ്ങൾ ലീലയാ നടത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വരക്ഷ ചെയ്യാൻ അശക്തനാണോ? ഒരിക്കലും അല്ല. അവതാര പ്രയോജനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വേച്ഛയാ അങ്ങോട്ട് ഉപസംഹരിച്ചു എന്ന് മാത്രമല്ലാണ്ട് മറ്റെന്താ പറയണ്ടു എന്ന് പറയാം. തഥാപ്യശേഷസ്ഥിതി സംഭവാപ്യേഷു അനന്യഹേതുർ
യദശേഷശക്തിദൃക് നൈച്ഛത് പ്രണേതും വപുരത്ര ശേഷിതം മർത്യേന കിം സ്വസ്ഥഗതിം പ്രദർശയൻ അശേഷസ്ഥിതി സംഭവാപ്യയേഷു. എല്ലാത്തിൻ്റെ രക്ഷ, ഉൽപ്പത്തി, നാശം ഇവയിൽ അനന്യഹേതു, അന്യകാരണം കൂടാണ്ടിരിക്കുന്നു. യത് അതുകൊണ്ട് അശേഷശക്തിദൃക് സകല ശക്തികളും ധരിച്ചേക്കുന്നു. തഥാപി എങ്കിലും നിജവു വപു സ്വന്തം ദേഹത്തെ അത്ര ഇവിടെ ശേഷിതം ശേഷിച്ചായിട്ട് പ്രണേതം ചെയ്യിക്കാനായിക്കൊണ്ട് ഇച്ഛിച്ചില്ല. മർത്തേന മനുഷ്യദേഹം കൊണ്ട് കിം എന്താ ഫലം? സ്വസ്ഥഗതിയും ആത്മനിഷ്ഠന്മാരെ ഗതിയെ പ്രദർശനം കാട്ടിക്കൊടുത്തു അവനായിട്ട് ഭവിച്ചു എന്ന് പറയാം. ഈ വിശ്വം മുഴുവനും സകലവിധ ലോകങ്ങളെ ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കണേന് മറ്റുള്ളവരുടെ സഹായമൊന്നും ഭഗവാന് വേണ്ട. ഭഗവാനാണ് സ്വയം കാരണഭൂതൻ. എല്ലാം പ്രവർത്തിക്കാനുള്ള ശക്തി സമുദായത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഭഗവാൻ ഇപ്പോൾ സ്വീകരിച്ച യാദവ ശരീരം ഈ ലോകത്ത് കുറച്ചുകൂടി കാലം കൂടി നിലനിർത്തി കുറച്ചുകൂടെ സുഖിക്കാനൊന്നും ഭഗവാൻ ഇച്ഛിച്ചില്ല. നശിച്ചു പോണ മനുഷ്യദേഹം കൊണ്ട് എന്താ ഫലം? ആത്മധ്യാനത്തോടു കൂടിയിരിക്കുന്ന മഹാന്മാർ ദിവ്യഗതി സ്വേച്ഛ സ്വീകരിക്കും എന്നുള്ള പരമാർത്ഥം ഭക്തന്മാർക്ക് കാട്ടിക്കൊടുക്കാൻ ഭഗവാൻ തന്നെ നിശ്ചയിച്ചു. അങ്ങനെ ചെയ്യാണ്ട് ഈ ദേഹത്തെ കുറക്കാലം ഈ ലോകത്ത് നിലനിർത്തിയാൽ ആ മാതിരി കായസിദ്ധി സമ്പാദിക്കാൻ യോഗികളും മോഹിച്ചു എന്ന് വരാം. അപ്പോൾ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാണ്ട് ഉപരതി സിദ്ധിക്കാണ്ടായി എന്നും വരാം. അങ്ങനെ വരരുത്. ദിവ്യഗതി പ്രാപിക്കുന്ന വേണം ആയിരിക്കണം ഭക്തന്മാരെ ഉത്തമോദ്ദേശം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സ്വന്തം ശരീരം ഈ ലോകത്തുനിന്ന് അങ്ങോട്ട് മറച്ചൂയ. ഏതാം പ്രാതരുത്ഥായ കൃഷ്ണസ്യ പദവീം പരാം പ്രയത കീർത്തയേത് ഭക്തിയ തമേവാപ്നോത്യനുത്തമാം. യാതൊരുത്തൻ പ്രാതക രാവിലെ ഉത്ഥായ എഴുന്നേറ്റ് കൃഷ്ണസ്യ ഭഗവാന്റെ ഏതാം പദവി പദവിയെ ഭക്തിയോടുകൂടി പ്രയത ഇന്ദ്രിയങ്ങളടക്കിക്കൊണ്ട് കീർത്തിക്കൂ. സ അവൻ താം ഏവാനുത്തമാം ഗതി, ആ ശ്രേഷ്ഠഗതിയെ തന്നെ അപ്നോതി പ്രാപിക്കുന്നു. ഏതൊരു ജീവാത്മാവേ പുലർച്ചെ എണീറ്റ് ദേഹശുദ്ധി ചെയ്ത് ഇന്ദ്രിയങ്ങളെ അടക്കി ഏകാഗ്രതനായിട്ട് ഭഗവാനിൽ വെച്ച മനസ്സോടുകൂടി ഭഗവാന്റെ പരമപദപ്രാപ്തി കീർത്തനം ചെയ്യൂ. അവനും ഭഗവത്കാരുണ്യത്താൽ പരമഗതി അവസാനം പ്രാപിക്കുന്നു പറയാം. ദാരുകോ ദ്വാരകാമീത്യ വസുദേവ ഗ്രഹസേനയോ പതിത്വോ ചരണാവശ്രൈന്യഷിന്ദത് കൃഷ്ണവിച്യുത. ദാരുകൻ ദ്വാരകയെത്തിയ പ്രാപിച്ചിട്ട് വസുദേവ ഉഗ്രസേനയോ വസുദേവൻ്റെ ഉഗ്രസേനയും ചരണോ പാദങ്ങളെ പതിത്വ നമസ്കരിച്ച് കൃഷ്ണവിച്യുത കൃഷ്ണനിൽ നിന്ന് വേറിട്ട ദുഃഖത്തോടുകൂടി അശ്രയ കണ്ണീരുകൊണ്ട് നഷിഞ്ചത് നനച്ചു. ദാരുകൻ ഭഗവൽ വിരഹം നിമിത്തുള്ള ദുഃഖത്താൽ കണ്ണീരൊലിപ്പിച്ചും കൊണ്ട് ദ്വാരകയിൽ വസുദേവരും ഉഗ്രസേൻ്റെ മുമ്പിൽ ചെന്ന് വീണ് അവരുടെ പാദങ്ങൾ കണ്ണീരോണ്ട് അങ്ങോട്ട് കഴുകിയെന്ന് പറയുക. കഥയാമാസനിധനം വൃഷ്ണീനാം കൃഷ്ണശോ നൃപ തശ്രുത്തോത് വിഘ്നഹൃദയ ജനാശോകവിമൂർച്ഛിത. വൃഷ്ണികളുടെ നിധനം നാശത്തെ നൃപാൻ്റെ രാജാവെ കൃഷ്ണശ മുഴുവനും കഥയാമാസ പറഞ്ഞു. തത് അതിനെ ശ്രുത്വ കേട്ടിട്ട് വിഘ്നഹൃദയ ദുഃഖിച്ച മനസ്സോടുകൂടിയ ജനങ്ങൾ ശോകമൂർച്ഛിത ദുഃഖത്താൽ ബോധം കെട്ടു വീണു എന്ന് പറയുക. രാജാവേ ദാരുകൻ അവരോട് വൃഷ്ണികളുടെ നാശം ആദ്യം മുതൽ അവസാനം വരെ മുഴുവനും പറഞ്ഞു മനസ്സിലാക്കി. അത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇതുക്കുള്ള അവശേഷിച്ച സ്ത്രീജനങ്ങളും വസുദേവരൊക്കെ ബോധം കെട്ടു വീണു എന്നാണ് പറയുന്നത്. അതിദുഃഖത്താൽ ബോധം കെട്ടു വീണു. വളരെയധികം ദുഃഖിച്ചിട്ട് തത്ര സ്മിത ത്വരിതാ ജഗ്മൂ കൃഷ്ണവിശ്ലേഷവിഹ്വലാ വ്യസവ ശേരതേയത്ര ജ്ഞാതയോ ഗ്രന്ഥ ആനനം കൃഷ്ണവിശ്ലേഷവിഹ്വല. ഭഗവാൻ വിയോഗം നിമിത്തം വിവശരായിട്ടുള്ള ജ്ഞാതികൾ ആനനം മുഖത്തെ ഗ്രന്ഥ തലക്കടിച്ചുകൊണ്ട് തത്ര അവിടേക്ക് ത്വരിതബദ്ധപ്പാടോടുകൂടി ജഗ്മു ഗമിച്ചു. എത്ര യാതൊരു ദിക്കിലെ വ്യസവ പ്രാണഹീനരായിട്ട് ജ്ഞാതയാ വംശക്കാർ ശരദേഷ്മ ശയിച്ചു എന്ന് പറയുക. ഭഗവത് വിരഹം കേട്ടപ്പോൾ ആകെ അവശേഷിച്ച ഭഗവാന്റെ വംശക്കാരെ ഇതുക്കൾ അവരെല്ലാവരും തലയ്ക്ക് കൈകൊണ്ട് തലയ്ക്കടിച്ചും കൊണ്ട് അവരുടെ വംശക്കാർ
മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് ബന്ധപ്പെട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. ദേവകീ രോഹിണി ചൈവ വാസുദേവ തഥാസുതൗ കൃഷ്ണരാമ അവപശ്യന്ത ശോകാർത്ത വിജഹു സ്മൃതിം ദേവകീം രോഹിണി രോഹിണീം തഥാ പ്രകാരം വസുദേവരും സുതൗ മക്കളായിട്ടുള്ള രാമകൃഷ്ണന്മാരെ അപശ്യന്ത കാണാണ്ട് ശോകാർത്ഥ ദുഃഖിച്ച് സ്മൃതിം ബോധത്തെ വിജഹു ഉപേക്ഷിച്ചു. ദേവകിയും രോഹിണിയും വസുദേവരും ഇവരുടെ യുദ്ധഭൂമിയിൽ പ്രഭാസത്തിൽ നിന്ന് നോക്കിയപ്പോൾ തങ്ങളുടെ മക്കളായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെയും ബലഭദ്രയും കാണാണ്ട് ആകെ ദുഃഖിച്ച് ബോധം കെട്ടു വീണ് മോഹാലസ്യപ്പെട്ടു. പ്രാണാംശ്ച വിജഹു തത്ര ഭഗവത് വിരഹാതുരാഹ ഉപഗുഹ്യ പതീം താഹാദ ചിതമഹാരുരുഹു സ്ത്രീയാ ഭഗവത് വിരഹാതുര. ഭഗവാനെ പിരിഞ്ഞ ദുഃഖത്താൽ ആകെ ദുഃഖിച്ച തത്ര അവിടെ പ്രാണങ്ങളെ വിജഹു ഉപേക്ഷിച്ചു. സ്ത്രീകൾ പതീൻ ഭർത്താക്കന്മാരെ ഉപഗുഹ്യ ആലിംഗനം ചെയ്ത് താതാ എൻ്റെ ശിഷ്യ ചിതയെ ആരുരുഹു ആരോഹണം ചെയ്തു. വസുദേവരും ദേവകിയും രോഹിണിയും ഭഗവാനെ പിരിഞ്ഞ ദുഃഖം സഹിക്കവയ്യാൻ കഴിയാണ്ട് അവിടെ തന്നെ ദേഹത്യാഗം ചെയ്തു. മറ്റുള്ള സ്ത്രീകളോ അവിടെ മരിച്ചു കിടക്കണം അവരുടെ ഭർത്താക്കന്മാരെ ആലിംഗനം ചെയ്തുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു. രാമപത്നിശ്ച തദ്ദേഹം ഉപഗുഹ്യാഗ്നിമാവിശൻ വസുദേവ പത്ന്യതദ്ഗാത്രം പ്രതിമ്നാദീൻ ഹരേ സ്നുഷ രാമപത്ന്യാച ബലരാമ ഭാര്യമാരും അദ്ദേഹം ഭഗവാന്റെ ദേഹത്തെ ഉപഗുഹ്യ കെട്ടിപ്പിടിച്ചിട്ട് അഗ്നിയെ ആവശ്യം പ്രവേശിച്ചു. വസുദേവപത്നിമാർ തദ്ഗാത്ര അവൻ്റെ ദേഹത്തെയും ഹരിയുടെ സ്നുഷ പുത്രഭാര്യമാർ പ്രതിമ്ന മുതലായ ബലഭദ്രരുടെ ഭാര്യമാർ ഭഗവാന്റെ ശരീരത്തെയും വസുദേവരുടെ മറ്റ് ഭാര്യമാർ വസുദേവരുടെ ദേഹത്തെയും ശ്രീകൃഷ്ണപുത്ര ഭാര്യമാർ പ്രതിമ്നം മുതലായവരുടെ ശരീരത്തെയും മക്കളുടെ ശരീരത്തെയും ആലിംഗനം അവരവരുടെ ഭർത്താക്കന്മാരുടെ ശരീരത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ചു. കൃഷ്ണപത്ന്യൂ അവിശന്നഗ്നിം രുക്മിണ്യാധ്യാ തദാത്മിക കൃഷ്ണപത്ന്യ ശ്രീകൃഷ്ണ ഭാര്യമാരായിട്ടുള്ള രുക്മിണി തുടങ്ങിയവർ തദാത്മിക ഭഗവാനിൽ വെച്ച മനസ്സോടുകൂടി ആവശ്യം പ്രവേശിച്ചു. ഭഗവത് ഭാര്യമാരായിട്ടുള്ള രുക്മിണി മുതലായവർ ഭഗവാനെ തന്നെ സ്മരിച്ച് അഗ്നിയിൽ പ്രവേശിച്ചു. അർജുന പ്രേയസഖ്യൂ കൃഷ്ണസ്യ വിരഹാതുര ആത്മാനം സാന്ത്വയാമാസ കൃഷ്ണഗീതൈ സദുഃഖതിഭി. അർജുനൻ പ്രേയസ അധികം ഇഷ്ടനായിട്ടും സഖ്യു സുഹൃത്തായിട്ടിരിക്കുന്ന കൃഷ്ണസ്യ ഭഗവാന്റെ വിരഹാതുര വേർപാടിനാൽ ദുഃഖിതനായിട്ട് കൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ട സദുഃഖതിഭി ശ്രേഷ്ഠവാക്യങ്ങളെ കൊണ്ട് ആത്മാനം മനസ്സിനെ സന്വയാമാസ സമാധാനിപ്പിച്ചു. ഭഗവാനെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പിരിഞ്ഞപ്പോൾ ഉണ്ടായ ആ അസഹ്യ ദുഃഖത്താൽ പീഡിതനായിട്ടുള്ള അർജുനനെ സഹിക്കവയ്യാണ്ട് ഭഗവാൻ ഉപദേശിച്ച ഗീതാവാക്യങ്ങൾ ആലോചിച്ച് മനസ്സിനെ സമാധാനിപ്പിച്ചു. യോഗമായാൽ മറയ്ക്കപ്പെട്ട എന്നെ എല്ലാവർക്കും കാണാൻ കഴിയില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാമജമപ്യ എന്നാണ് ഗീത പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള ബഹുവാക്യങ്ങൾ ഭാരതയുദ്ധമധ്യേ ഉപദേശിച്ചപ്പോൾ അർജുന ആലോചിച്ചു. ബന്ധൂനാം നഷ്ടഗോത്രാണാം അർജുന സാമ്പരായികം ഹതാനാം കാരയാമാസ യഥാവതനു പൂർവശ നഷ്ടഗോത്രാനും വംശം നശിച്ചൂരും ഹതാനം കൊല്ലപ്പെട്ടവരുമായിട്ടുള്ള ബന്ധുക്കളുടെ സാമ്പരായികം പിണ്ഡോദാദിക്രിയകളെ യഥാവത് വേണ്ടും വിധം അനുപൂർവശക്രമത്തിൽ അർജുനൻ കരയാമാസ ചെയ്യിച്ചു. സന്തതി ഇല്ലാണ്ട് മരിച്ചുപോയ ബന്ധുക്കൾക്ക് പരലോകപ്രാപ്തിക്ക് വേണ്ട സംസ്കാരം പിണ്ഡോദകദാനം തുടങ്ങിയ സർവ്വപ്രവൃത്തികളും ക്രമത്തിൽ ശാസ്ത്രപ്രകാരം അർജുനൻ അങ്ങോട്ട് ചെയ്യിച്ചു. ദ്വാരകാം ഹരിണാത്യക്താം സമുദ്രോ പ്ലാവയക്ഷണാത് വർജയിത്വാ മഹാരാജ ശ്രീമദ് ഭഗവതാലയം. ഹരിണ ഭഗവാൻ കൃഷ്ണനെ തെക്കത ഉപേക്ഷിച്ച ദ്വാരകെ മഹാരാജ എൻ്റെ രാജാവേ ശ്രീമദ് ഭഗവതാലയം ഭഗവാന്റെ ശോഭനായിട്ടുള്ള വാസസ്ഥാനത്തെ വർജിച്ചിട്ട് സമുദ്രം ക്ഷണാക്ഷണത്തിൽ അപ്ലാവയത് മുക്കി എന്ന് പറയുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരക ഉപേക്ഷിച്ച ഉടനെ സമുദ്രജലം കരകവിഞ്ഞു വന്ന് ദ്വാരകയെ മുക്കി. മഹാരാജാവെ ശ്രീ ഭഗവാൻ വസിച്ചുകൊണ്ടിരുന്ന മഹാപുണ്യസ്ഥാനമായിട്ടുള്ള വീടിന് മാത്രം
കില എന്ന് പറയാം. നിത്യം സന്നിഹിത തത്ര ഭഗവാൻ മധുസൂദന സ്മൃത്യാശേഷ ശുഭഹരം മംഗളം തത്ര. അതിൽ ഭഗവാൻ പൂജ്യനായിട്ടുള്ള മധുസൂദന വിഷ്ണു നിത്യം എപ്പോഴും സന്നിഹിത ചേർന്നേക്കണു ഇരിക്കണു. സർവമംഗളമംഗളം സകല ശ്രേയസ്സുകളുടെയും ഉൽപ്പത്തി സ്ഥാനവും സ്മൃത്യാനുസ്മരിക്കുന്നതുകൊണ്ട് തന്നെ അശേഷാശുഭവരം അശേഷാശുഭ സകല ദോഷങ്ങളും ഭഗവാൻ കൃഷ്ണൻ താമസിച്ച വീടിന് സമുദ്രം തൊട്ടില്ല, ബാക്കിയുള്ള ദ്വാരയൊക്കെ നശിപ്പിച്ചു. ആ വീട് ഇപ്പോഴും ഭഗവാൻ ശ്രീ വിഷ്ണു ഇപ്പോഴും ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനം സർവ്വ കല്യാണ ഗുണങ്ങളുടെ സ്ഥാനവും അതിനെ സ്മരിക്കുന്നവരുടെ സകല ദോഷങ്ങളെ തീർക്കാൻ വൈഭവം ഉള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മളിന്ന് 24 നിർത്തിയിട്ട് നാളെ 25 തുടങ്ങും. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാ ചരണസ്മരണം ഗോവിന്ദ.